നമ്മൾ ഇന്നലെ ബാൽക്കണി റൂം കണ്ടതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ്. ഫുള്ള് ഏലത്തോട്ടം, പിന്നെ അങ്ങ് ദൂരെ മലനിരകളൊക്കെ ഉള്ളൊരു വ്യൂ ആണിത്. ഇതാണ് ഇവരുടെ ഫ്രണ്ട് ഓഫീസ് വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഷട്ടിൽ പോട്ടുണ്ട്, അതിനുള്ള ബാറ്റിനൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ. ഇവിടെ ബ്ലൂ വെൽസ് റിസോർട്ടിൽ നമുക്ക് മൊത്തം 8 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 2 കോട്ടേജ് ആയിട്ടാണ്. ഒന്ന് ഈ കാണുന്ന കോട്ടേജും പിന്നെ തൊട്ടിപ്പുറത്ത് ഈ കാണുന്ന കോട്ടേജുമാണുള്ളത്. ഇവിടെ മേളിലും താഴെയായിട്ട് 4 റൂംസ് ഒരു കോട്ടേജിൽ, പിന്നെ ഇപ്പുറത്തും അതേപോലെ സെയിം 4 കോട്ടേജ്, മൊത്തം 8 കോട്ടേജാണുള്ളത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെയൊക്കെയാണ് ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത്. ഈ കാണുന്നതിന് ഡൈനിങ് ഏരിയ. പിന്നെ ഇവിടെ ഫുള്ള് ഏലത്തോട്ടമാണ്. നമുക്ക് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഏലത്തോട്ടമാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ പോകാൻ പറ്റും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ള വീഡിയോ വരുന്നുണ്ട്. നമ്മൾ താമസിച്ച റിസോർട്ടിൽ മൊത്തം 7 റൂംസാണുള്ളത്. അത് നമ്മളുടെ റൂമിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള റൂംസാണ് ഇതെല്ലാം. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ചെറുതായിട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഏലത്തോട്ടങ്ങളാണ്. ഫുള്ള് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് പള്ളിവാസലിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. പക്ഷേ പള്ളിവാസലിൽ നിന്ന് കുറച്ച് താഴേക്ക് പോകണം. അതുകൊണ്ട് വണ്ടികളുടെ ശബ്ദവും അതേപോലെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഫുള്ള് ആരും ശല്യപ്പെടുത്താനൊന്നുമില്ല നമുക്കിത്. ഇവിടെ ഒരു നമ്മുടെ റിസോർട്ട് വരുന്നത് ഏറ്റവും ലാസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വണ്ടികളും കാര്യങ്ങളൊന്നും ഇതുവഴി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾസായിട്ടാണെങ്കിലും ബാച്ചിലേഴ്സിന് ഈ ഒരു റിസോർട്ട് അവൈലബിൾ അല്ല. തൊട്ടടുത്ത് തന്നെ ബ്ലൂ വെൽസ് റിസോർട്ടാണ് ബാച്ചിലേഴ്സിന് കൊടുക്കുന്നത്. ഫാമിലീസും അതേപോലെ കപ്പിൾസിനൊക്കെയാണ് ഈ ഒരു റിസോർട്ട് കുറച്ചുകൂടി നല്ലത്. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ്, കോംപ്ലിമെൻ്ററി ആണ്. ഇതെല്ലാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് വിത്താണ് നമുക്ക് പേയബിൾ എമൗണ്ട് വരുന്നത്. ഹലോ, ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വരുന്നത് ഫുള്ള് ഏലത്തോട്ടമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പോകുമ്പോൾ താഴത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞത് ഒരു പ്രൈവറ്റ് വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു 8 കോട്ടേജ് ഉണ്ട്, 8 റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് മാത്രമായിട്ടുള്ളൊരു പ്രൈവറ്റ് വാട്ടർഫാൾസാണ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു 1/2 കിലോമീറ്റർ നടക്കണമെന്നാണ് പറഞ്ഞത് താഴത്തേക്ക്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. അതേ നമ്മൾ ആ പ്രൈവറ്റ് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ചെറിയ ചെറിയ ഏലക്കായൊക്കെ ഉണ്ട്. പോയിട്ട് വന്നതേ ഉള്ളൂ ഓരോ ഇതൊക്കെ.
ലാസ്റ്റ് നമ്മളുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദൂരെ അവിടെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അടുത്തേക്ക് അത്യാവശ്യം നടപ്പുണ്ട്. ഫുള്ള് ഏലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നടപ്പ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന വഴി നമ്മൾ ഇവിടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടായിരുന്നു. അവർ കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്താറായി. കുറച്ചും കൂടി ദൂരെ നിന്നിട്ട് ആ വെള്ളം ഒഴുകുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ നോക്കിയൊക്കെ ഇറങ്ങുക. അപ്പോൾ അവരെ നമ്മളിവിടെ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിൻ്റെ അവിടെ മേളിൽ പോയിട്ട് കാർ എടുത്തിട്ട് നേരെ മേളിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറ്റി ചെയ്തു. അവർ എല്ലാം നല്ല സർവീസായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ ഫയർ ക്യാമ്പൊന്നും നടത്തിയില്ല. നൈറ്റ് ആംബിയൻസ് അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഫാമിലിനായിട്ടൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു റിസോർട്ടാണിത്. അപ്പോൾ വരുന്ന ആൾക്കാർ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതേ ഇവരുടെ ജീപ്പിൽ നമ്മളാ റോഡിലേക്ക് ആക്കി തരും. എല്ലാവരും കയറിയിട്ടുണ്ട്. നമ്മളുടെ റിസോർട്ടിൻ്റെ മേളിലേക്ക് നടക്കണതാണ്. ഞാൻ പറഞ്ഞ പോലെ രണ്ട് സൈഡായിട്ടും നമുക്കിവിടെ നിറയെ റിസോർട്ട്സുകൾ കാണാൻ പറ്റും. ഇവിടെ വേറെ ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് നേരെ മേളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി എടുത്ത് പോകാൻ പോകണേണ്. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങി നേരെ മാട്ടുപ്പെട്ടിയിലേക്ക് വന്നു. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. 20 രൂപ ചാർജിങ്ങിന് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ മാട്ടുപ്പെട്ടിയുടെ വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാട്ടുപ്പെട്ടിയിൽ നമുക്ക് ജെറ്റ് സ്കൈ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് ഇതിന് 300 രൂപയാണ് ചാർജിങ്. പിന്നെ അത് കൂടാണ്ട് പെഡൽ ബോട്ട്സും ഉണ്ട്. നമ്മുടെ ആ ജെറ്റ് സ്കൈയുടെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് പെഡൽ ബോട്ട്സും അവൈലബിളാണ്. അതിൽ ഒരാൾക്ക് 200 രൂപയാണ്. 2 പേർക്ക്, അതായത് ഒരു ബോട്ടിന് 2 പേര് ഇരിക്കാൻ പറ്റും. അതിന് 400 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.